Welcome to English Disha. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇത്തിരി ഡിഫറെന്റ് ആണ്. The title of today's class നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം Question Quest Understanding the Exam Dynamics. ഒരു PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സിലബസ് എന്താണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് മോസ്റ്റ് ഓഫ് യു പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ ഒരു കമ്പറ്റിറ്റീവ് എക്സാമിന് ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സിലബസ് ഗോ ത്രൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സൈമൾട്ടേനിയസ്ലി ഇരുന്ന് പഠിക്കണം. അപ്പൊ നമുക്ക് ആ ഇയറിന്റെ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പത്തെ ഇയറിൽ എങ്ങനത്തെ രീതിയിലെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ആ എക്സാം ചോദിക്കുന്ന രീതി എന്താണെന്ന് നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ടുഡേസ് ക്ലാസ് ഇസ് ഫോർ ദാറ്റ്. നിങ്ങളുടെ എന്താണ് ഒരു എക്സാമിനോടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ദിശ ഇങ്ങനത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ ക്ലാസ്, അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് അനദർ മിനിറ്റ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ ഹിയർസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The phrase the theatre of absurd is attributed to William Shakespeare, Christopher Marlowe, Martin Esselin അതോ ഹാരൾഡ് വിന്റർ? ഓക്കെ ക്ലാസ്, നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. മാർട്ടിൻ എസ്സലിൻ ഇസ് ദി ആൻസർ. ഓക്കെ, നിങ്ങൾക്കറിയാം തിയേറ്റർ ഓഫ് അബ്സേർഡ് ആഫ്റ്റർ വേൾഡ് വാർ അല്ലെ, വേൾഡ് വാർ കഴിഞ്ഞിട്ട് നമ്മളൊരു സൊസൈറ്റി ഫുള്ളായിട്ട് എന്താണ് ഇത്രയും വേൾഡ് വാർ കഴിഞ്ഞതിന്റെ ഒരു ഫെയ്ത്ത് ലെസ്നെസ് ആയിട്ട് പോവുമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് ശരി തെറ്റ് അല്ലെ, ഒരു അബ്സേർഡിറ്റിന്റെ ടൈമായിരുന്നു. ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടേം ആയിരുന്നു തിയേറ്റർ ഓഫ് അബ്സേർഡ്. മാർട്ടിൻ എസ്ലിൻ ആണ് ഇത് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ആരാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് അല്ലെങ്കിൽ ആ ഫ്രേസ് കോയിൻ ചെയ്തത്? ചിലപ്പോ നിങ്ങളോട് ചോദിക്കാം തിയേറ്റർ ഓഫ് അബ്സേർഡിലുള്ള റൈറ്റേഴ്സ് ഏതൊക്കെയാണ്. യൂഷ്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്കറിയാം വില്യം ഷേക്സ്പിയറും ക്രിസ്റ്റഫർ മാർലോ എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ വരില്ല. മാർട്ടിൻ എസ്ലിനും ഹാരൾഡ് പിന്ററിലും ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട്. കാരണം അബ്സേർഡ് ഓഥേഴ്സിൽ അല്ലെങ്കിൽ അബ്സേർഡ് റൈറ്റേഴ്സിൽ ഒരാളാണ് ഹാരൾഡ് പിന്റർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർട്ടിൻ എസ്ലിൻ ഇസ് ദി ആൻസർ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അസോസിയേറ്റ് ആയിട്ട് എന്തൊക്കെ നമുക്ക് പഠിക്കാം. ഹു ആർ ദി അബ്സേർഡ് റൈറ്റേഴ്സ്? ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദി ആൻസർ വൺസ്. മാർട്ടിൻ എസ്ലിൻ ഒരു ഹംഗേറിയൻ ബോൺ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ആൻഡ് ഡ്രമാറ്റിക് ക്രിറ്റിക് ആണ്. ആളാണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് 1961 ആളുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ ഈ ആ കാലഘട്ടത്തിൽ ആ മൂവ്മെന്റ് ഒരു ഒരു ഫെയ്ത്ത്ലെസ്നെസ്, നമുക്ക് എന്തിൽ വിശ്വസിക്കണം അതുപോലും അറിയാത്ത ഒരു ടൈം ആയിരുന്നു. ഈ രണ്ട് വേൾഡ് വാർസ് ലോകം കണ്ടിരിക്കുന്നു അല്ലെ, ആരിൽ വിശ്വസിക്കണം, ദൈവമുണ്ടോ, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഓഥേഴ്സിന്റെ മൈൻഡിലും ആൾക്കാരുടെ മൈൻഡിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഈ തിയേറ്റർ ഓഫ് അബ്സേർഡിൽ വർക്ക്സ് എടുത്തിട്ട് ലൈക്ക് വെയിറ്റിംഗ് ഫോർ ഗോദോ, അത് തിയേറ്റർ ഓഫ് അബ്സേർഡിൽ ഒരു വർക്കാണ്. ആ വർക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം ആ വർക്കിന് ഒരു സ്റ്റാർട്ടിംഗ് ഇല്ല, ഒരു എൻഡിങ് ഇല്ല, അങ്ങനത്തെ ഒരു ഒന്നും മനസ്സിലാവാൻ പറ്റാത്ത ഒരു വർക്കാണത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രഡീഷണൽ ഡ്രമാറ്റിക് സ്ട്രക്ചറിനെ ഒന്ന് റിജക്ട് ചെയ്തിട്ടുള്ള കുറച്ച് അബ്സേർഡിറ്റിയും ഇല്ലോജിക്കാലിറ്റിയും ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കാണിച്ചതാണ് ഈ ഒരു പീരീഡ്. റൈറ്റേഴ്സിനെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അവരുടെ വർക്ക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരൊക്കെയാണ്? സാമുവൽ ബെക്കറ്റ് അല്ലെ, ഹാരൾഡ് പിന്റർ, ജീൻ ജെനറ്റ്. അപ്പോ ഈ നെയിംസ് ഓർത്തു വെക്കാം, കൺഫ്യൂസ് ആവരുത്. തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുമ്പോൾ ഇത് കോയിൻ ചെയ്തിരിക്കുന്നതാണോ അതിന്റെ റൈറ്റേഴ്സ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യാൻ. ഓക്കെ ക്ലാസ്? ഓക്കെ, ഗുഡ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിൽ ടോക്ക് അബൌട്ട് അനദർ ട്രിക്ക്. നമുക്കൊരു ട്രിക്കിനെ കുറിച്ച് പറയാം. Let's read the question. The stress or emphasis placed on a syllable is called. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. റൈം സ്കീം, മീറ്റർ, അസോണൻസ് അല്ലെങ്കിൽ ആക്സെന്റ്. അപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് എന്താണ് റൈം സ്കീം എന്താണെന്ന് അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ മീറ്റർ എന്താണ്, പക്ഷെ ആക്സെന്റ് അല്ലെങ്കിൽ അസോണൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇങ്ങനത്തെ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് ആൻസർ അറിയാത്ത ടൈമിൽ ഗസ് വർക്ക് ചെയ്യാതെ എലിമിനേഷൻ ഉപയോഗിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 4 ഓപ്ഷൻസിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും 3 അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് അറിയായിരിക്കും. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചോദ്യത്തിന്റെ ഉത്തരം അതല്ല എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. സോ ഇറ്റ് ഇസ് ഓട്ടോമാറ്റിക്കലി ദി അതർ വൺ അല്ലെ, ഓഡ് വൺ. ഏതാണ് പുറത്തായത്? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ എന്തായാലും ആ 3 നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് 4ാമത് നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ,
അങ്ങനെ നിങ്ങൾ കമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ യൂഷ്വലി എല്ലാ ഓപ്ഷൻസും ചിലപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് എലിമിനേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതില് റൈം സ്കീം നമുക്ക് എല്ലാവരും, നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്. റൈം സ്കീം നമ്മൾ എപ്പോഴും ഒരു പോയം പഠിച്ചാലും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഇതിന്റെ റൈം സ്കീം എ ബി അല്ലെങ്കിൽ സി ഡി അത് നമ്മൾ എല്ലാവരും എഴുതിയിട്ടില്ലേ അല്ലെ, ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു പോയമിൽ ഫസ്റ്റ് നമ്മൾ അതിന്റെ അനാലിസിസ് ചെയ്യുമ്പോൾ എഴുതുന്ന ലൈനാണ് ദിസ് പോയം ഇസ് ടേക്കൻ ഫ്രം ദിസ് ഓഥർ ആൻഡ് അതിന്റെ റൈം സ്കീം ഇതാണ്. അപ്പൊ അതൊരിക്കലും ദ സ്ട്രെസ് ഓർ എംഫസിസ് പ്ലേസ്ഡ് ഓൺ എ സിലബിൾ അല്ലല്ലോ. ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻസയിൽ ഒരു ലൈനിലെ ലാസ്റ്റ് വേർഡും അടുത്ത അടുത്ത ലൈനിലും എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, അതാണ് റൈം സ്കീം. അപ്പൊ അത് എന്തായാലും അല്ല. പിന്നെ മീറ്റർ, നിങ്ങൾക്ക് ചിലർക്ക് മീറ്റർ അറിയില്ല. അടുത്ത മൂന്നാമത്തെ അസോണൻസ്. അസോണൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് ടെൽമി, നമ്മൾ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് ലെറ്റേഴ്സിന്റെ സെയിം സൗണ്ടിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ആക്സെന്റ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമുക്ക് ആക്സെന്റിന്റെ ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. Accent refers to the stress or emphasis based on a syllable in a word or phrase. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വേർഡിൽ നമുക്കറിയാം ഒരു വേർഡ് എങ്ങനെയാണ് ഉണ്ടായത്, അതിൽ കുറെ ഒച്ചകൾ കൂടിയിട്ടാണ് അല്ലെ. നമ്മൾ ഫോണറ്റിക്സ് ഒക്കെ പഠിച്ച പിള്ളേരാണ് ഡിഗ്രിക്ക്. അപ്പോൾ ഒരു വേർഡില് കുറെ ഒച്ചകളുണ്ട്. ആ ഒച്ചകൾ കൂടുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ വേർഡിന് ഒരു പെർട്ടിക്കുലർ സൗണ്ട് ആവുന്നത് അല്ലെ. അപ്പോ ചില സമയത്ത് നമ്മൾ ഈ ഒച്ചനെയാണ് സിലബിൾ അല്ലെ, ഒരു സിംഗിൾ സൗണ്ടിനെയാണ് സിലബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിലബിളിൽ നമ്മൾ കുറച്ച് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് കൊടുക്കുന്ന രീതിയിൽ ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ മാറുന്നു. അതിനെയാണ് നമ്മൾ ആക്സെന്റ് അല്ലെ. കുറെ കേരളത്തിന് തന്നെ മലയാളത്തിന് തന്നെ കുറെ ആക്സെന്റ് ഉണ്ട്. അതുതന്നെയാണ് കുറച്ച് ഇംഗ്ലീഷ് ഈ ഡെഫിനേഷൻ മാത്രമേ ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ ക്ലാസ്. അപ്പൊ ആക്സെന്റ് എന്നാണ് ഒരു സിലബിളിൽ ഒരു വേർഡില് ഒരു മൾട്ടിപ്പിൾ സിലബിൾസ് ഉണ്ടാവാം. അപ്പൊ ഒരു സിലബിളിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ആക്സെന്റ് എന്ന് പറയാം. In linguistics and poetry, accent is crucial for rhythm and meter. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എലിമിനേഷൻ നിങ്ങൾ ചെയ്യണം. അപ്പൊ ബാക്കി ഓപ്ഷൻസ് എന്താണ് നമുക്ക് നോക്കാം. റൈം സ്കീം അല്ലെ, ഒരു പാറ്റേൺ ഓഫ് റൈംസ് യൂസ്ഡ് ഇൻ എ പോയം. ഒരു സെന്റൻസിൽ ലാസ്റ്റ് വേർഡും അടുത്ത ലൈനിലെ ലാസ്റ്റ് വേർഡും റൈം ചെയ്യുന്നുണ്ടോ, അതാണ് റൈം സ്കീം. മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിതമിക് പാറ്റേൺ ആണ്. ഒരു സിലബിൾ, കാരണം ഞാൻ പറഞ്ഞു ഒരു സെന്റൻസിൽ കുറെ സിലബിൾസ് ഉണ്ടാവും അല്ലെ, ഒരു വേർഡിൽ സിലബിൾസ് ഉണ്ടാവും. അപ്പൊ അത് കാരണം ഒരു റിതമിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ. യൂഷ്വലി ഈ പണ്ടൊക്കെ നമ്മുടെ പോയംസ് ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യായിരുന്നു, അവര് പാടുമായിരുന്നു. അപ്പൊ ആ പാടുന്നത് എങ്ങനെയാണ്, നമ്മൾ മീറ്റർ അനുസരിച്ചിട്ടാണ് അതിനെ പാടുന്നത്. എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് ആ പോയത്തിന്റെ റിതമിക് ക്വാളിറ്റി, അത് മനസ്സിലാക്കിയിട്ട് ആ റിതമിക് ക്വാളിറ്റി എന്താണ്, മീറ്റർ ആണ്. ഇനി ലാസ്റ്റ് ആണ് അസോനൻസ്. അസോനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഷീ സെൽസ് സീ ഷെൽസ്, ഈ സെന്റൻസിൽ ആദ്യത്തെ എല്ലാ വേർഡും എസ് എന്നുള്ള ഒരു ഒച്ചയാണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ അസോനൻസ് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ തന്നെ ഫസ്റ്റ് ലെറ്റേഴ്സിലെ സെയിം സൗണ്ട്സ്, സിമിലർ സൗണ്ടിനെയാണ്. ഓക്കെ, ഈ സെന്റൻസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് അണ്ടർസ്റ്റുഡ് അല്ലെ. ഒരു സെന്റൻസിൽ ഫസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ആവുമ്പോഴാണ് നമ്മൾ അസോനൻസ് എന്ന് പറയാം. ദി റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് വിതിൻ വേർഡ്സ് ദാറ്റ് ആർ ക്ലോസ് ടുഗെദർ, അതിനെയാണ് നമ്മൾ അസോനൻസ് എന്ന് പറയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആക്സെന്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. ആക്സെന്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഓക്കെ ക്ലാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ ക്ലാസിക്കൽ ഗ്രീക്ക് കോറൽ ഓഡ്? അപ്പോ ഇതിൽ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഈ ഗ്രീക്ക് കോറൽ ഓഡിൽ ഏതൊക്കെ സ്റ്റാൻസേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ആന്റിസ്ട്രോഫി എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് ക്ലിയർ ആവും. ഒരു ഗ്രീക്ക് കോറൽ ഓഡ്സ് നമുക്കറിയാം. ഓഡ്സ് ഒരു ടൈപ്പ് ഓഫ് എന്താണ്, ഓഡ് എന്ന് വെച്ചാൽ ഒരു ട്രിബ്യൂട്ട് ആണ് അല്ലെ. നമുക്ക് ജോൺ കീറ്റ്സിന്റെ പോയം ഉണ്ട്, ഓഡ് ടു നൈറ്റിംഗേൽ അല്ലെ. നമ്മൾ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓഡ് എന്ന് പറയാം. അപ്പൊ ക്ലാസിക്കൽ ഗ്രീക്കിൽ ചില കോറൽ എന്താണ് ഓഡ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഒരു ഗ്രീക്ക് ക്ലാസിക്കൽ ഗ്രീക്ക് കോറൽ ഓഡില് നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന സ്ട്രക്ചർ ആണ് എന്താണ്, സ്റ്റാൻസയാണ് സ്ട്രോഫി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറസ് പാടുന്നത് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടായിരിക്കും. ദ കോറസ് സിങ്സ് വൈൽ മൂവിങ് ഇൻ വൺ ഡയറക്ഷൻ.
അപ്പൊ യൂഷ്വലി അതിന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ കോറസ് ഇസ് സിംഗിങ് വൈൽ മൂവിങ് ഇൻ വൺ ഡയറക്ഷൻ, അതിനെയാണ് സ്ട്രോഫി എന്ന് പറയാം. സെക്കൻഡ് സ്റ്റാൻസ എന്താണ്? ആന്റി സ്ട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോഫി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പൊ ആന്റി സ്ട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു? സെക്കൻഡ് സ്റ്റാൻസ എന്താ? ചിലപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രോഫിയിൽ എന്താണ് അങ്ങനെ ചോദ്യം വരില്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ആഡ് ചെയ്തത്. ഓക്കെ ക്ലാസ്. മൂന്നാമത്തെയാണ് ഇപ്പോഡ് എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റാൻസ. അത് അതിന്റെ അർത്ഥം എന്താണ്? ഒരു കൺക്ലൂഡിംഗ് സെക്ഷൻ സങ് ബൈ ദി കോറസ് വൈൽ സ്റ്റേഷനറി. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് സ്റ്റാൻസ ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ കോറസ് തന്നെ പാടിക്കൊണ്ട് ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു, ദാറ്റ് ഇസ് സ്ട്രോഫി. ആന്റി സ്ട്രോഫിയിൽ കോറസ് പാടിക്കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു അല്ലെ. പിന്നെ ലാസ്റ്റില് ദേ ഹാവ് കം സ്റ്റേഷനറി, അവർ ഒരു സ്ഥലത്ത് നിന്നിട്ട് കൺക്ലൂഡ് ചെയ്യാണ് അല്ലെ. അതിനാണ് ഇപ്പൊ ഓടുന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുട്ടി. അപ്പൊ ഈ ഒരു 4 പോയിന്റിൽ കുട്ടിക്ക് അറിയാം സ്ട്രോഫി ആണ്, ആന്റി സ്ട്രോഫി ആണ്, ഇപ്പോഡാണ്. അഫ്കോഴ്സ് പ്രോസഡി നമ്മൾ അതിന്റെ ഈ എന്താണ് 4 ഓപ്ഷൻസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം 3 സ്റ്റാൻസേഴ്സേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുന്ന സ്ട്രോഫി, അതിന്റെ ഓപ്പോസിറ്റ് ആന്റി സ്ട്രോഫി, പിന്നെ ഇപ്പോഡ്. അപ്പൊ രണ്ടാമത്തെ ഏതാണ്? ആന്റി സ്ട്രോഫി. ഓക്കെ ക്ലാസ്, ക്ലിയർ? പ്രോസിഡി എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു എന്താണ് സ്റ്റഡി ഓഫ് പോയിറ്റിക് മീറ്റർ, റിതം ആൻഡ് ഇന്റനേഷൻ. നമ്മൾ പോയിട്രിയിലെ ഉള്ള മീറ്ററും റിതമും അതിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്രോസിഡി എന്ന് പറയാം. ഓക്കെ ക്ലാസ്, ക്ലിയർ? ഗുഡ്. ഇനിയാണ് ഹൂ റോട്ട് ഓഡ് ടു എ നൈറ്റിംഗേൽ. ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് വന്നേ ഉള്ളൂ ഓഡ് എന്താന്ന് പറഞ്ഞപ്പോ ഐ ഗിവ് യു എൻ എക്സാമ്പിൾ അല്ലെ. ഓഡ് ടു എ നൈറ്റിംഗേൽ ആര് എഴുതിയതാണ്? യെസ്, ടെൽ മീ ദ മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, ജോൺ കീറ്റ്സ് ആണ്. Okay, let's focus on the four options. William Wordsworth, Robert Frost, John Keats, and John Milton. അപ്പൊ നമുക്ക് മനസ്സിലാവാം റൊമാൻറ്റിക് ഏജ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എക്സാം പെർസ്പെക്റ്റീവിൽ റൊമാൻറ്റിക് ഏജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റൊമാൻറ്റിക് പോയറ്റ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടാവണം. പിന്നെ റൊമാൻറ്റിക് പോയറ്റ്സിന്റെ മേജർ വർക്ക്സ് നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നമുക്ക് ജോൺ കീറ്റ്സിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ജോൺ കീറ്റ്സ് ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ആണ് അല്ലെ. നല്ല വിവിഡ് ഇമേജറിയും സെൻഷ്വൽ ലാംഗ്വേജും ഇമോഷണൽ ഡെപ്തിന് വേണ്ടിയിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ ഏജിൽ നമ്മൾ എന്താണ് കണ്ടത്? കുറെ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസിന് ഫോളോ ചെയ്തായിരുന്നു നമ്മുടെ റൈറ്റേഴ്സ്. അപ്പോൾ അത് തന്നെയാണ് ഈ റൊമാൻറ്റിക് പോയിറ്റ്സിന്റെയും പ്രത്യേകത. അവര് പണ്ട് ഉണ്ടായിരുന്ന റൂൾസിനെ ഒക്കെ മാറ്റി നിർത്തി ഫാക്റ്റും റാഷണൽ തിങ്കിങ് ഒന്നും വേണ്ട, നമ്മൾ ഇമാജിനേഷൻ ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, നമ്മൾ നേച്ചറിനെ ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അല്ലെ, ഇമോഷണൽ ഡെപ്ത്. അപ്പൊ റൊമാൻറ്റിക് പോയറ്റ്സിന്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ഈ കീറ്റ്സ് കുറെ ഓഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ യൂഷ്വലി നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ യു ഹാവ് ടു ഡു എ ഗസ് വർക്ക് ഓൾസോ. ഒരു ഓഡ് എന്നുള്ളൊരു വാക്ക് ആണെങ്കിൽ യൂഷ്വലി കീറ്റ്സ് അത് എഴുതിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ ഈ ഫേമസ് വർക്ക്സിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കുറെ ഓഡ്സ് ആക്ച്വലി ജോൺ കീറ്റ്സ് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഓഡും അല്ല കേട്ടോ. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ സ്മോൾ ഐഡിയ. ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ഓഡ്സ് യൂഷ്വലി ജോൺ കീറ്റ്സ് ഹാസ് റിട്ടൺ മെനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് വർക്ക്സ് ഏതൊക്കെയാണ്? ഓ ടു എ നൈറ്റിംഗേൽ, ഓ ടു എ ഗ്രീഷ്യൻ ഏൺ, ഓഡ് ഓൺ മെലാങ്കലി, ഓ ടു സൈക്കി, ഓ ടു ഓട്ടം അല്ലെ. നിങ്ങൾ ഡിഗ്രിക്ക് യൂഷ്വലി ഓ ടു ഓട്ടം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഓഡ്സ് അല്ലാതെ എൻഡിമിയോൺ, ഹൈപ്പോയോൺ, ലാമിയ, ലേ ബെലെ ഡാം സാൻസ് മേഴ്സി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ലാ ബെലെ ഡാം സാൻസ് മേഴ്സി. ഓക്കെ, നിങ്ങൾ പി ജി ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഈ പോയം. വെരി ലോങ് പോയം. ഓക്കെ ക്ലാസ്. അപ്പോൾ ഓഡ്സ് അല്ലാതെയും എന്താണ് കീറ്റ്സ് വർക്ക് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഓഡ് പഠിച്ചിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ ഒരു എൻഡിമിയോൺ ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് തരും. അപ്പോൾ പ്ലീസ് എന്താണ് ഫോക്കസ് ഓൺ ദീസ് വർക്ക്സ് ഓൾസോ. ഓക്കെ, ഇനി നമുക്ക് റൊമാൻറ്റിക് ഏജ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കീറ്റ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ ഒരു ബൈറൻ അല്ലെങ്കിൽ ഷെല്ലിയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സ് ആയിട്ട് നന്നായി ഫെമിലിയർ ആവണം. പിന്നെ അവരുടെ വർക്ക്സും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇമോഷൻ ഓവർ റീസൺ, നേച്ചർ, ഇമാജിനേഷൻ, ഇൻഡിവിജ്വലിസം, അതൊക്കെയാണ് റൊമാൻറ്റിക് പോയറ്റ്സ് ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, റൊമാൻറ്റിക് പോയറ്റ്സിൽ തന്നെ 2 ജനറേഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ.
ഫസ്റ്റ് ജനറേഷനിലാണ് വില്യം വേർഡ്സ്വർത്ത്, എസ് ടി കോളറിഡ്ജ് ആൻഡ് റോബർട്ട് സൗത്തി വരുന്നത്. മേജർ റൈറ്റേഴ്സ് ഇവരൊക്കെയാണ് പോയറ്റ്സ്. പിന്നെ സെക്കൻഡ് ജനറേഷനിലാണ് ലോർഡ് ബൈറൻ, പി ബി ഷെല്ലി, ജോൺ കീറ്റ്സ് വരുന്നത്. അത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഹു ആർ ദി ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സ്. അപ്പോ നിങ്ങൾ എന്തായിരിക്കും, റൊമാൻറ്റിക് പോയറ്റ്സ് പഠിച്ചു, പക്ഷെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ അങ്ങനെ പഠിച്ചില്ല. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റനിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? വി ഹാവ് ടു ഫോക്കസ് ഓൺ റൊമാൻറ്റിക് ഏജിലെ പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അവരുടെ എല്ലാം വർക്ക്സ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കീറ്റ്സിന്റെ വർക്ക്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ നിങ്ങൾ മറ്റേ റൈറ്റേഴ്സിന്റെ വർക്ക്സും ശ്രദ്ധിച്ച് ഓർത്ത് പഠിച്ചു വെക്കുക. ഓക്കെ ക്ലാസ്, ഗുഡ്. Now let's move to the next question. അല്ലേ, ഇൻട്രസ്റ്റിംഗ് അല്ലേ, രസമല്ലേ നമുക്കിത് ചെയ്യാൻ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓൾസോ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ക്ലാസിക്കൽ ഗ്രീക്ക് ഓറലോട് ചിലവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ന്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ന്യൂ ഒരു നോളജ് നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ക്ലാസ്, ഹൂ റോട്ട് ദ പ്ലേ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ? ഞാൻ പറഞ്ഞു നിങ്ങൾ എലിമിനേഷൻ ട്രൈ ചെയ്യണം. ഓക്കെ, ഒരു പ്ലേ ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് നമുക്ക് കാണാം ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡനെ നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? ഹീ ഈസ് എ ക്രിറ്റിക് അല്ലെ? നമ്മൾ ജോൺ ഡ്രൈഡന്റെ വില്യം ഷേക്സ്പിയർ പോലെ എഴുത്തുകാരൻ നല്ലല്ലോ, ഒരു ക്രിറ്റിക് ആണ്. അപ്പൊ ആളൊരു പ്ലേ എഴുതിയിട്ടുണ്ടാവുമോ? നമുക്ക് ഇങ്ങനെ ചിന്തിച്ച് വേണമെങ്കിൽ ആളെ ഒന്ന് സൈഡാക്കി വെക്കാം. പിന്നെയാണ് ഓസ്കർ വൈൽഡ്. നമുക്കറിയാം ഓസ്കർ വൈൽഡ് ഇത്തിരി കണ്ടംപററി ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് അല്ലെ? ക്ലാസ്സിൽ പഠിച്ചതാണ് വില്യം ഷേക്സ്പിയറും ബെൻ ജോൺസൺ. പക്ഷെ ഓസ്കർ വൈൽഡ് കുറെ ജൂനിയർ ആയിരുന്നു. അപ്പൊ ഈ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ഇത് കുറച്ച് പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് പോലത്തെ ഒരു ഫീലിംഗ് തരുന്നില്ലേ ഈ ഒരു ടൈറ്റിൽ ഇറ്റ്സെൽഫ്? അപ്പൊ ഓസ്കർ വൈൽഡ് അല്ലായിരിക്കും ഇത് എഴുതിയത്, നിങ്ങൾക്ക് ഗസ് ചെയ്യാം. പിന്നെ വില്യം ഷേക്സ്പിയർ, ബെൻ ജോൺസൺ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും വില്യം ഷേക്സ്പിയർ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ട്രാജഡീസ്. അപ്പൊ ഒരിക്കലും എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഓഡ് വൺ ഔട്ട് ഇഫ് യു ഹാവ് ടു ഡു എ സ്മാർട്ട് ഗസ് വർക്ക്, ബെൻ ജോൺസൺ ആയിരിക്കും ഇതിന്റെ ആൻസർ നിങ്ങൾ ഗസ് ചെയ്തു. ബെൻ ജോൺസൺ ഒരു ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് അല്ലെങ്കിൽ പോയറ്റ് ആൻഡ് ആക്ടർ ആണ്. ഓക്കെ, പണ്ടത്തെ ഈ ഷേക്സ്പിയർ നമുക്കറിയാം, നമ്മുടെ ഷേക്സ്പിയർ വാസ് ഓൾസോ ആൻ ആക്ടർ. സ്വന്തമായിട്ട് ഒരു തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഷേക്സ്പിയറിന് അല്ലെ? ചില മേജർ വർക്ക്സ് യൂഷ്വലി ബെൻ ജോൺസണിൽ ആളുടെ വർക്ക്സ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. വർക്ക്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സിൽ ഈ വർക്ക്സ് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. വോൾപോനെ, ബാർത്തലോമേ ഫെയർ, എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ. ഇങ്ങനെ തന്നെ ഇതിന് തന്നെ വേറൊരു ഉണ്ട് കേട്ടോ, എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ. അപ്പൊ അത് ബെൻ ജോൺസൺ അല്ലായിരിക്കും എന്ന് വെച്ച് അത് റോങ് ചെയ്യരുത്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ആൻഡ് എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ, ഇത് രണ്ടും ആര് എഴുതിയതാണ്? ബെൻ ജോൺസൺ എഴുതിയതാണ്. ഓക്കെ ക്ലാസ്. പിന്നെ ദി ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റ് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക് ആൽക്കമിസ്റ്റ്? പൗലോ കോയിലോ. യെസ്. അപ്പൊ ആ ആൽക്കമിസ്റ്റും പൗലോ കോയിലും ബെൻ ജോൺസണും ആൽക്കമിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ദ മാജിക് ലേഡി, സോറി ദ മാഗ്നറ്റിക് ലേഡി, ദ കേസ് ഇസ് ഓൾട്ടേർഡ്, ദ ന്യൂ എൻഡ്, സ്റ്റേപ്പിൾ ഓഫ് ന്യൂസ്, ദ സ്റ്റേപ്പിൾ ഓഫ് ന്യൂസ്. ഇതൊക്കെ ചില വർക്ക്സിന്റെ നെയിം ആണ്. ഇത് ശ്രദ്ധിക്കുക, ഇത് എഴുതി വെക്കുക. വോൾപോണിയൊക്കെ കുറെ പ്രാവശ്യം ഈവൻ നെറ്റ് എക്സാംസിൽ വോൾപോണി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മേക്ക് ഷുവർ യു റിമെമ്പർ ദീസ് വർക്ക്സ്. ഓക്കെ. ഓക്കെ ക്ലാസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിക്ടോറിയൻ പീരീഡ് ഇസ് സെറ്റ് ടു സ്പാൻ ദി ഇയേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ബിക്കോസ് വിക്ടോറിയൻ പീരീഡ് ഈ 4 എണ്ണത്തിലും വിക്ടോറിയൻ പീരീഡ് ഏതാണ്? ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടോണ്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതായിരിക്കും? തേർഡ് ഓപ്ഷൻ 1914 to 1918 എന്തായിരുന്നു? ടെൽ മീ. യെസ്, വേൾഡ് വാർ 1. അപ്പൊ അതെന്തായാലും വിക്ടോറിയൻ പീരീഡ്. വിക്ടോറിയൻ പീരീഡ് കുറെ കഴിഞ്ഞിട്ടാണ് ഈ വേൾഡ് വാർ ഒക്കെ വന്നത്. അപ്പൊ എന്തായാലും 1914 to 1918 അല്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? യെസ്, യു ആർ റൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ, ദാറ്റ് ഇസ് 1837 തൊട്ട് 1901 ആണ് വിക്ടോറിയൻ പീരീഡ്. അപ്പൊ ഞാൻ കുറച്ച് ഏജസിന്റെ കൃത്യമായിട്ടുള്ള എന്താണ് വർഷങ്ങൾ തന്നിട്ടുണ്ട്. മേക്ക് ഷുവർ യുർ അവെയർ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വിക്ടോറിയൻ പീരീഡിന്റെ മുമ്പേ എന്താണ് വന്നത്? റൊമാൻറ്റിക് ഏജ് ആണ് വന്നത് അല്ലെ? റൊമാൻറ്റിക് ഏജ് കഴിഞ്ഞിട്ടാണ് വിക്ടോറിയൻ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് ആ ഒരു ഓർഡർ കറക്റ്റ് നിങ്ങൾ അത് ഓർത്ത് വെക്കണം. നമ്മൾ ഈ കാലഘട്ടം എന്തിനാണ് പഠിക്കുന്നത്? ആ കാലഘട്ടം പഠിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് റൈറ്റേഴ്സ് ഇങ്ങനെയൊക്കെ എഴുതിയത് എന്ന് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുമ്പോൾ യു സ്റ്റഡി മച്ച് ബെറ്റർ. ഓക്കെ. ഓക്കെ ക്ലാസ്, അപ്പൊ വിക്ടോറിയൻ എറ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലെ? ഞാൻ പറഞ്ഞു ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്താലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എലിസബത്തിയൻ എറയാണ് 1558 to 1603. അപ്പൊ അതൊരിക്കലും എന്താണ് വിക്ടോറിയൻ പീരീഡ് അല്ല.
ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത് പഠിക്കുക. മേ ബി ദ ഇയർ അല്ലെ, ഇയർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് ദിസ് ഇസ് എ വെരി ടൈനി തിങ്. ഓക്കെ, നമ്മൾ ഓൾ റൗണ്ട് ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് വർത്ത് വൈൽ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിങ്സ് ഫോൾ അപ്പാർട്ട് ഇസ് എ നോവൽ ബൈ. തിങ്സ് ഫോൾ അപ്പാർട്ട്, ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന 4 റൈറ്റേഴ്സ് ഇത്തിരി കണ്ടംപററി ആണ് അല്ലെ. നമ്മുടെ വില്യം ഷേക്സ്പിയർ അല്ലെങ്കിൽ എന്താണ് ബെൻ ജോൺസൺ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്, അവരൊക്കെ പണ്ടത്തെ റൈറ്റേഴ്സ് ആണ്. ഇതൊക്കെ VS നൈപോൾ, സൽമാൻ റഷദി അല്ലെ, ചിനുവ അച്ചുബെ, ഇതൊക്കെ കുറച്ചും കൂടി ന്യൂവർ റൈറ്റേഴ്സ് ആണ്. നമ്മൾ കേട്ടിട്ട് എവിടെയൊക്കെയോ സൽമാൻ റഷദിയൊക്കെ നിങ്ങൾ കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ആളുടെ വർക്ക്സ് ഒക്കെ നമുക്ക് ഡിഗ്രിയിലുണ്ട് അല്ലെ. ഓക്കെ ക്ലാസ്. അപ്പോ തിങ്സ് ഫോൾ അപ്പാർട്ട് ചിനുവ അച്ചുബെന്റെ വർക്കാണ്. ഒരു നൈജീരിയൻ നോവലിസ്റ്റ്, പോയറ്റ്, പ്രൊഫസർ, ക്രിറ്റിക് ഒക്കെയാണ് ചിനുവ അച്ചുബെ. നൈജീരിയൻ ആണ്. ഓക്കെ, he is widely regarded as one of the most influential African writers of 20th century. അപ്പോ തിങ്സ് ഫോൾ അപ്പാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോവലാണ് അല്ലെ. ഇഗ്ബോ കൾച്ചർ ആൻഡ് കൊളോണിയലിസത്തിനെ കുറിച്ചാണ്. ഇഗ്ബോ കൾച്ചർ, നിങ്ങൾ ഇഗ്ബോ എന്നുള്ള വാക്ക് ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ടെൽമി. ഒരു വേറെ റൈറ്റർ ഉണ്ട്, ഞാൻ ആളുടെ വേറൊരു വർക്ക് പറഞ്ഞുതരാം. ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ, ആ വർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്. ഷീ ഓൾസോ ടോക്സ് അബൌട്ട് ഇഗ്ബോ കൾച്ചർ. അപ്പോൾ ഇഗ്ബോ കൾച്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ചിനുവ അച്ചുബെ ഈസ് ഓൾസോ എന്താണ് ഇഗ്ബോ കൾച്ചറിനെ കുറിച്ച് എഴുതുന്ന, കൊളോണിയലിസത്തിനെ കുറിച്ച് എഴുതുന്ന ഒരു റൈറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, തിങ്സ് ഫോൾ അപ്പാർട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഈ 4 റൈറ്റേഴ്സ്, VS നൈപോൾ, സൽമാൻ റഷദി, ചിനുവ അച്ചുബെ, ഇവരുടെ ഹക്സ്ലി, ഓക്കെ, നിങ്ങൾ ഇവരുടെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പൊ ചിലപ്പോ ഇപ്പോ ചിനുവ അച്ചുബെ ചോദിച്ചു, ചിലപ്പോ നാളെ അവർ VS നൈപോളിന്റെ ഈ വർക്ക് ഏത് റൈറ്ററിന്റെ ആണ്, അല്ലെങ്കിൽ VS നൈപോളിന്റെ ഇതിൽ ഏതൊക്കെ വർക്ക് ആണുള്ളത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മേജർ വർക്ക്സ് അവരുടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മേജർ വർക്ക്സ് ചിനുവ അച്ചുബെയുടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തിങ്സ് ഫോൾ അപ്പാർട്ട് അല്ലാതെ. നോ ലോങ്കർ അറ്റ് ഈസ് അല്ലെ, ഒരു നൈജീരിയൻ റൈറ്റർ ആയ കാരണം തന്നെ അവരുടെ വർക്ക്സ് യൂഷ്വലി ഇഗ്ബോ കൾച്ചർ, കൊളോണിയലിസം, അവരുടെ ഐഡന്റിറ്റി, അതിനെ കുറിച്ചൊക്കെയാണ് യൂഷ്വലി അവരുടെ വർക്ക്സ് ഉണ്ടാവുക അല്ലെ. പിന്നെ ആരോ ഓഫ് ഗോഡ്, എക്സ്പ്ലോറിംഗ് ട്രഡീഷണൽ ഇഗ്ബോ സൊസൈറ്റി ആൻഡ് കൊളോണിയലിസം, ദ മാൻ ഓഫ് ദ പീപ്പിൾ അല്ലെ. പിന്നെ ആൻസേഴ്സ് ഓഫ് സവാന. ഈ 5 വർക്ക്സ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. നിങ്ങൾ ഈ 5 എന്തായാലും ഓർത്ത് വെക്കുക. ദീസ് ആർ ഇമ്പോർട്ടന്റ് വർക്ക്സ് ഓഫ് ചിനുവ അച്ചുബെ. ഓക്കെ ക്ലാസ്, ഗുഡ്. നെക്സ്റ്റ് ആണ് ദ ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ് ഇസ്. സൈക്കോ അനാലിസിസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? യെസ്, നിങ്ങൾ സൈക്കോ അനാലിസിസ് പഠിച്ച പിള്ളേരാണല്ലേ ഡിഗ്രിയില്. ഓക്കെ ക്ലാസ്. കാൾ ഗുസ്റ്റവ് ജങ്, റിച്ച് ഫ്രം, സിഗ്മണ്ട് ഫ്രോയിഡ്, I.A. റിച്ചർഡ്സ്. I.A. റിച്ചർഡ്സ് നമ്മൾ എവിടെ കേട്ടിട്ടുള്ളതാണ്? ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രിറ്റിക് ആണ് അല്ലെ. ക്രിറ്റിക്, നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം പേപ്പറിലാണ് I.A. റിച്ചർഡ്സിനെ ആദ്യം വായിക്കുന്നത്. അപ്പൊ നമുക്കറിയാം I.A. റിച്ചർഡ്സ് എന്തായാലും അല്ല, ഒന്നെങ്കിൽ ജങ് ആണ് അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഇതിൽ രണ്ടുപേരിലും ഏതാണ് പറയൂ? യെസ്, സിഗ്മണ്ട് ഫ്രോയിഡ് ഇസ് ദി ആൻസർ. സിഗ്മണ്ട് ഫ്രോയിഡ് ആക്ച്വലി ഈസ് എ ന്യൂറോളജിസ്റ്റ് ആണ്, ഒരു ഡോക്ടർ ആണ്. അപ്പൊ അവർ അതിനെ കുറിച്ച് അവരുടെ പേഷ്യൻസിൽ എന്താണ് അവര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ ലിറ്ററേച്ചറിന്റെ അകത്ത് എന്താണ് എടുക്കുകയാണ്. ദിസ് തിയറി വി ആർ ആക്ച്വലി അഡോപ്റ്റിംഗ് ഇൻ ടു ലിറ്ററേച്ചർ. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, സൈക്കോ അനാലിസിസിന്റെ ഈവൻ ഫൗണ്ടർ ആയിരുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടെൽ മീ, ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ് ആരാണ്? അപ്പൊ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, ചില വർക്ക്സ് ഉണ്ട്. Interpretation of Dreams, an outline of psychoanalysis, Beyond the Pleasure Principle, Civilization and its Discontents. ഇതൊക്കെയാണ് വർക്ക്സ്. നിങ്ങൾ ഈ സ്ലൈഡ് ആണ് നന്നായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ 4 പോയിന്റ്സ് ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്തിന്റെ മേളിലൊക്കെ വർക്ക് ചെയ്തു എന്നാണ് ഈ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത്. എന്താണ്? അൺകോൺഷ്യസ് മൈൻഡിന്റെ കോൺസെപ്റ്റിനെ ആള് ഡെവലപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് നാളെ ചോദിക്കുകയാണ്, ഹൂ ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ്? അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ എന്താ തരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. യെസ്. പിന്നെ ഡ്രീം അനാലിസിസ്. യൂഷ്വലി ഡ്രീം അനാലിസിസ് നിങ്ങൾക്ക് PG പഠിക്കാനുണ്ട് ഡ്രീം അനാലിസിസ്. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഈഡ്, ഈഗോ, സൂപ്പർ ഈഗോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്രാവശ്യം അവർ സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടർ ആരാണ് ചോദിച്ചത്. ഈ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ഈഡ്, ഈഗോ, സൂപ്പർ ഈഗോ ആണ് ഈ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. അതും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ചെയ്തത്. ഡ്രീം അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ചെയ്തത്. അൺകോൺഷ്യസ് മൈൻഡും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പഠിച്ചു വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സൈക്കോ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ, സൈക്കോ അനാലിസിസ് തിയറി എടുക്കുകയാണെങ്കിൽ, ഹീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ക്ലാസ്, ഓക്കെ.
നമ്മൾ ഈ പറഞ്ഞ ജങ് ആൻഡ് എന്താണ് എറിച്ച് ഫ്രം ഇവരുടെ അടുത്ത് നിന്നാണ് സിഗ്മund ഫ്രോയിഡ് എന്താണ് ഇൻസ്പിറേഷൻ എടുത്തത് അല്ലെ. ഹി വാസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ഫ്രം ദീസ് ടു റൈറ്റേഴ്സ്. ഇവരുടെ അടുത്ത് നല്ല ഇൻഫ്ലുവൻസ് എടുത്തിട്ടാണ് സിഗ്മund ഫ്രോയിഡ് ആളുടെ വർക്ക്സ് തന്നെ ചെയ്തത്. അപ്പോൾ സൈക്കോ അനാലിസിസ് അല്ലെ, അത് ആരാണ് ചെയ്തത്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ ക്ലാസ്. ഫെയർ ഇസ് ഫൗൾ ആൻഡ് ഫൗൾ ഇസ് ഫെയർ, ഇതാരാണ് പറഞ്ഞത്? ഓക്കെ ക്ലാസ്. ഞാൻ പറഞ്ഞു വില്യം ഷേക്സ്പിയർ നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു റൈറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം വില്യം ഷേക്സ്പിയറിന്റെ ട്രാജഡീസ് ആണ് അല്ലെ. ഒഥെല്ലോ, മാക്ബെത്ത്, കിങ് ലിയർ, ഹാംലെറ്റ്, ഇതൊക്കെ വില്യം ഷേക്സ്പിയറിന്റെ എന്താണ് ട്രാജഡീസ് ആണ്. നിങ്ങൾ ഒരു വില്യം ഷേക്സ്പിയറിന്റെ മേളിൽ നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ട്രാജഡീസിലെ ഫേമസ് ലൈൻസ് എന്തായാലും ഓക്കെ, അവർ നിങ്ങളോട് സീൻ എന്താന്ന് ചോദിക്കില്ല, ആക്ട് എന്താന്ന് ചോദിക്കില്ല, പക്ഷെ ചില ഫേമസ് ലൈൻസ് അവർ എന്തായാലും ചോദിക്കും. അപ്പൊ മേക്ക് ഷുവർ നിങ്ങൾ എന്ത് ചെയ്യണം, വെനെവർ യു ആർ മേക്കിംഗ് നോട്ട്സ്, നിങ്ങൾ വില്യം ഷേക്സ്പിയർ എഴുതി ഒഥെല്ലോ, ഒഥെല്ലോന്റെ ഷോർട്ട് സമ്മറി എന്താണ്, ഓക്കെ, ഒഥെല്ലോന്റെ എന്താണ് മേജർ ക്യാരക്ടേഴ്സ് എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയണം. ഒരു ബേസിക് ഷോർട്ട് സമ്മറി, മേജർ ക്യാരക്ടേഴ്സ്, ചില മേജർ ആയിട്ടുള്ള എന്ത് ഡയലോഗ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. കാരണം ദേ എക്സ്പെക്ട് യു അല്ലെ, നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്ന ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഷേക്സ്പിയറിന്റെ വർക്ക്സ് കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. കുട്ടിക്ക് അറിഞ്ഞിരിക്കുന്ന എങ്ങനെ, ഡയലോഗ്സ് വരെ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. അത് അവര് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഫെയർ ഇസ് ഫൗൾ ആൻഡ് ഫൗൾ ഇസ് ഫെയർ, മാക്ബത്ത് എന്നുള്ള പ്ലെയിൻ ആണ് എടുത്തത് അല്ലെ. ഫെയർ ഇസ് ഫൗൾ ആൻഡ് ഫൗൾ ഇസ് ഫെയർ ഇസ് ദ ഫേമസ് ലൈൻ ഫ്രം വില്യം ഷേക്സ്പിയേഴ്സ് മാക്ബത്ത് ആക്ട് 1 സീൻ 1 ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഡയലോഗാണ്, ഫുൾ ഡയലോഗാണ്. ഹോവർ ത്രൂ ദ ഫോഗ് ആൻഡ് ഫിൽ ദി എയർ. ഓക്കെ ഓക്കെ ക്ലാസ്. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞേക്കുന്നത് ഈ 4 വർക്ക്സും ഷേക്സ്പിയർ തന്നെ ട്രാജഡീസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം, യു വിൽ വാട്ട്, നിങ്ങൾ എല്ലാം ട്രാജഡീസ് എടുക്കും, അതിന്റെ ഫേമസ് ആയിട്ടുള്ള ലൈനും ബേസിക് സമ്മറി മേജർ റൈറ്റേഴ്സ് നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ക്ലാസ്, ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഇതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ഒന്നുമില്ല. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ക്ലാസ്, ഗുഡ്. ഇനി നമ്മൾ കണ്ടു കുറച്ചു നേരമായി ഷേക്സ്പിയർസ് ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു നോ ലേൺ ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ ചില വർക്ക്സ് ഒക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഷേക്സ്പിയർസ് ടെംപെസ്റ്റ് ക്യാൻ ബി കോൾഡ്. അപ്പോൾ ഈ ടെംപെസ്റ്റ് എന്നുള്ള വർക്കിന് ട്രാജഡി എന്നാണോ, കോമഡി എന്നാണോ, ട്രാജിക് കോമഡി എന്നാണോ, അതോ ഡ്രമാറ്റിക് റൊമാൻസ് എന്നാണോ നമ്മൾ വിളിക്കുക? ഇതിൽ ട്രാജഡി എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ട്രാജഡി ഫുൾ എന്ന് വെച്ചാൽ സങ്കടം, ആകെ കഥ ഈസ് വെരി സാഡ് അല്ലെ, അതാണ് ട്രാജഡി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കോമഡി, കോമഡി അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ, ഫണ്ണി ഓൺലി, എല്ലാം ചിരിക്കാനുള്ള നല്ല നല്ല ഹാപ്പി കാര്യങ്ങൾ. ട്രാജിക് കോമഡി അതിന്റെ ഒരു മിക്സ് ആണ്. യൂഷ്വലി ഷേക്സ്പിയർ ട്രാജിക് കോമഡീസും കുറെ എഴുതുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബോത്ത് കോമഡി, ചിരിക്കാനും ഉണ്ട്, എന്നാലും നമുക്ക് കരയാനും ലാസ്റ്റ് ഒക്കെ നമുക്ക് ആകെ സങ്കടമാവും. പക്ഷെ ആ ലാസ്റ്റ് വരെ എത്തിച്ചത് ഇത്തിരി ഫണ്ണി ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഈ ഡ്രമാറ്റിക് റൊമാൻസ് എന്താണ്? ടെംപെസ്റ്റ് ആക്ച്വലി ഒരു ഡ്രമാറ്റിക് റൊമാൻസ്. ഓക്കെ, അപ്പോ റൊമാൻസ് എന്നാ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഷാറുഖ് ഖാൻ നമ്മൾ ഓർത്താൽ മതി റൊമാൻസ് എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ഡ്രമാറ്റിക് റൊമാൻസ് വെച്ചാൽ ഇത്തിരി ഡ്രാമയും കൂടി ഉണ്ട് റൊമാൻസിൽ. യൂഷ്വലി ഒരു ട്രാജഡി പോലെ സങ്കടമല്ലാതെ ഡ്രമാറ്റിക് റൊമാൻസ് ഒക്കെ ഹാപ്പി എൻഡിങ് ആണുള്ളത്. നമ്മുടെ ടെംപെസ്റ്റിലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഡ്രമാറ്റിക് റൊമാൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഹാപ്പി എൻഡിങ് ആണ്. ട്രാജഡിനെ പോലെയല്ല, നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും പിരിയും. നമുക്ക് എല്ലാവർക്കും ഹാപ്പി എൻഡിങ് ഉള്ള മൂവീസ് അല്ലേ ഇഷ്ടം. ഓക്കെ, ദേവർ ഹാപ്പിലി മാരിഡ് അല്ലേ, അത് നമ്മൾ കണ്ടിട്ടില്ലേ, ഹാപ്പിലി മാരിഡ് ലിവ്ഡ് ലോങ് ലൈഫ് ഫോർ എവർ. അപ്പൊ ഹാപ്പി എൻഡിങ്സ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. മറ്റേ ഗജനിയിൽ അവർ ഹാപ്പി എൻഡിങ് അല്ലാതായപ്പോൾ എല്ലാവർക്കും ഇപ്പോഴും വിഷമില്ല. യെസ് യെസ്, ഓക്കെ ക്ലാസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് കോംപ്ലെക്സ് ഇന്റർവൈൻ പ്ലോട്ട് ലൈൻസ്. അപ്പൊ അറിയാം ഒരു ഡ്രാമ ഉണ്ട് അതിൽ, ഡ്രാമാറ്റിക് റൊമാൻസിലും കുറെ ഡ്രാമയുണ്ട് അല്ലെ. അപ്പൊ കുറെ ഇന്റർവൈൻഡ് പ്ലോട്ട് ലൈൻസ്, അത് നിങ്ങൾ ഏത് ഷേക്സ്പിയർ വർക്ക് എടുത്താലും നിങ്ങൾക്കറിയാം ആള് നേരെ ചൊവ്വയൊന്നും എഴുതത്തില്ല, എല്ലാം ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ട് എഴുതത്തുള്ളൂ. ഓക്കെ, പിന്നെ എംഫസിസ് ഓൺ ഇമോഷണൽ റെസൊല്യൂഷൻ. ഓക്കെ, കുറച്ച് ഇമോഷണൽ ആയിരിക്കും, കുറച്ച് ഇമോഷനെ കുറിച്ച് ടോക്ക് ചെയ്യുന്ന ഒരു വർക്ക് ആയിരിക്കും. ഓക്കെ ക്ലാസ്, ഗുഡ്. പിന്നെ യൂസ് ഓഫ് മാജിക്കൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ്. അപ്പൊ നമ്മൾ ടെംപെസ്റ്റിൽ ഇതൊക്കെ എവിടെയാണെന്നുള്ളതാണ് ഈ 4 പോയിന്റ്സ് എഴുതിയേക്കുന്നത്. മാജിക്കൽ ഐലൻഡ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സൂപ്പർ നാച്ചുറൽ എലിമെന്റ് മാജിക്കൽ ഐലൻഡിലാണ് വന്നേക്കുന്നത്. പിന്നെ ലവ് സ്റ്റോറി ഉണ്ട് ഫെർഡിനൻഡും മിറിന്റയും തമ്മിൽ. പിന്നെ ഒരു റിവെഞ്ച് ടു, ഞാൻ പറഞ്ഞു ഒരു ഹാപ്പി എൻഡിങ് ആണ്. അപ്പൊ ഒരു റിവെഞ്ച് ടു എന്തെങ്കിലും ആവട്ടെ ഫൊഗീവ് ചെയ്തു, അപ്പൊ അതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടെംപെസ്റ്റ് നമ്മളൊരു ഡ്രമാറ്റിക് റൊമാൻസ് എന്ന് ചെയ്യുക. യൂഷ്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രാജഡീസ് ഞാൻ പറഞ്ഞു, നമ്മൾ ഒഥെല്ലോ, കിങ് ലിയർ, ഹാംലെറ്റ് ഒക്കെ ഇതേ ട്രാജഡീസ്.
അതേപോലെ നിങ്ങളൊരു വർക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത് എങ്ങനത്തെ വർക്ക് ആണെന്നുള്ളതും പഠിച്ചു വെക്കണം. ഓക്കെ ക്ലാസ്? ഓക്കെ, ഗുഡ്. Next is something outside of its proper historical time period is known as alliteration, anachronism, ambiguity, anagnosis. ഈ നാലെണ്ണത്തിൽ നിന്ന് ഏതിനെയാണ്? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടി റീഡ് ചെയ്യാം. സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രോപ്പർ ഹിസ്റ്റോറിക്കൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഒരു അക്ബർ, നമ്മുടെ മുഗൾ എംപറർ അക്ബറിന്റെ കോർട്ടിലിരിക്കുകയാണ്. എന്നിട്ട് അക്ബർ സമയം നോക്കുകയാണ് നമ്മുടെ എന്താണ് സ്മാർട്ട് വാച്ചിലാണ് അക്ബർ ടൈം നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡിൽ നിന്നും ആകെ പുറത്തുപോയി അല്ലെ. അക്ബറുടെ സമയത്ത് സ്മാർട്ട് വാച്ച് ഇല്ലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിനെ മറികടന്ന് അതിന്റെ ഔട്ട്സൈഡ് ആയി പോയി എന്തെങ്കിലും എഡിഷൻ, യൂഷ്വലി ലിറ്ററേച്ചറിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പണ്ടത്തെ ടൈമിൽ ഒരാളുടെ അടുത്ത് സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലിമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ നാലെണ്ണത്തിൽ നിന്ന് അത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഹിസ്റ്റോറിക്കൽ, ക്രോണിക്കൽ എന്താണ്? ക്രോണിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാലഘട്ടത്തിൽ, ഒരു ടൈം പീരീഡില് അല്ലെ. അപ്പൊ ഇതില് അനാക്രോണിസം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ലിറ്റററി ഡിവൈസിനെയാണ് നമ്മൾ അനാക്രോണിസം, ക്രോണിക്കൽ, ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അലിട്രേഷൻ, ആംബിഗ്വിറ്റി, അനഗ്നോറിസിസ് എന്താണെന്ന് ചിലവർക്ക് അറിയായിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പൊ അനാക്രോണിസം എന്ന് പറഞ്ഞത് ഒരു ഒബ്ജക്ട്, ഇവന്റ് അല്ലെങ്കിൽ ഐഡിയ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് പ്ലേസ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് കണ്ടന്റ്. ഞാൻ ഇതിന്റെ നിങ്ങൾ ഇങ്ങനെ ഡെഫിനേഷൻ വായിക്കുമ്പോഴാണ് പിള്ളേർക്കൊന്നും മനസ്സിലായി വരാത്തത് അല്ലെ, എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ നോക്കിയാൽ മതി. ഒരു മെഡീവിയൽ നൈറ്റ് യൂസിങ് എ സ്മാർട്ട് ഫോൺ അല്ലെ. അങ്ങനെ ഒരു ഡിഫറെന്റ് ടൈം പീരീഡ് മിസ്മാച്ച് വരുമ്പോഴാണ് നമ്മൾ അനാക്രോണിസം എന്നതിനെ വിളിക്കുക. ഓക്കെ, ബാക്കി എന്താണ്? അലിട്രേഷൻ. ഓക്കെ, റെപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സിനെയാണ് നമ്മൾ അലിട്രേഷനും അസോണൻസ് തമ്മിൽ ഡിഫറൻസ് ആവത്തില്ല. ഫസ്റ്റ് വേർഡ് സിമിലർ ആവുമ്പോഴാണ്, കോൺസണന്റ് സൗണ്ട്സ് സിമിലർ ആവുമ്പോഴാണ് നമ്മൾ അതിനെ അലിട്രേഷൻ എന്ന് പറയാം. വവൽ സൗണ്ട്സ് ആയിരിക്കുമ്പോഴാണ് അസോണൻസ്. ഓക്കെ, ആംബിഗ്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ അല്ലാത്ത അല്ലെ, ആംബിഗ്വസ് എന്ന് വെച്ചാൽ എന്താണ്? ക്ലിയർ അല്ലാത്ത, അത്രേ ഉള്ളൂ. പിന്നെ അനഗ്നോറിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രില്ലർ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് കഥ മനസ്സിലാവും. ഇയാളല്ലേ അയാള്, അതിനെയാണ് നമ്മൾ ഈ അനഗ്നോറിസിസ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ട്രാജഡി യൂഷ്വലി ഒരു ത്രില്ലർ പോലെയാണ് കേട്ടോ. നമ്മളിങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ അയ്യോ ഇയാൾ അത് ഇയാൾ അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് റിയലൈസ് ആവണേ ഈ ക്യാരക്ടർ അയ്യോ ഇതായിരുന്നല്ലോ, ഈ ക്യാരക്ടർ ആയിരുന്നു അതിന്റെ പിന്നില്. അങ്ങനത്തെ ഒരു റിയലൈസേഷൻ അല്ലെ, അങ്ങനത്തെ ഒരു റിയലൈസേഷൻ ആണ് നമ്മൾ അനഗ്നോറിസിസ്. ചിലപ്പോ ഇപ്രാവശ്യം നിങ്ങളോട് എന്താണ് ഈ നമ്മളിപ്പോ എന്താ ഡിസ്കസ് ചെയ്യാൻ അനാക്രോണിസം ആണ് ചോദിക്കുന്നത്, അടുത്ത പ്രാവശ്യം നിങ്ങൾ അനഗ്നോറിസിസ് ആയിരിക്കും ചോദിക്കുക. ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ബാക്കി നമ്മൾ ഓപ്ഷൻസും പഠിച്ച് പോവുക. ഓക്കെ ക്ലാസ്, ഗുഡ്. ഇനി നമ്മൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡ്രമാറ്റിക് കോമഡി ഇൻ ഇംഗ്ലീഷ്? റാൽഫ് ഡോയിസ്റ്റർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഡ്രമാറ്റിക് കോമഡി. എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതിൽ കുറെ കോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യത്തെ വർക്ക് നിക്കലസ് ഉദാൽ എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയത്. ഓക്കെ, ഒരാളുണ്ട് റാൽഫ് ഡോയിസ്റ്റർ. അപ്പൊ അയാള് ഒരു ബോസ്റ്റ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അയാള് കാവേർഡ്ലി ആയിട്ട് ജീവിക്കുന്നതിന്റെ ഒരു കഥയാണിത്. അതിനാണ് നമ്മൾ ആദ്യമായിട്ടുള്ള എന്ത് പറഞ്ഞേക്കുന്നത്? ടെൽ മീ ഡ്രമാറ്റിക് കോമഡി ആയി പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഓപ്ഷൻസിന്റെയും മീനിങ് നമ്മളിപ്പോ കുറച്ചു മുമ്പേ പഠിച്ചല്ലോ, എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ അല്ലെ, ബെൻ ജോൺസന്റെ. അപ്പൊ അതെന്തായാലും ഒരു ഡ്രമാറ്റിക് കോമഡി അല്ല, ഒരു പ്ലേ ആയിരുന്നു അത്, റിമെമ്പർ? ഓക്കെ, പിന്നെ ഡിവൈൻ കോമഡി ഒരു പോയമാണ്, ഡാന്റേന്റെ പോയമാണ് ഡിവൈൻ കോമഡി. പിന്നെ ഫ്രോഗ്സ് എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ ഗ്രീക്ക് കോമഡിയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് ദിസ് ഈസ് വൺ ലൈനർ. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഏതാണ് ആദ്യത്തെ ഡ്രമാറ്റിക് കോമഡി? റാൽഫ് ഡോയിസ്റ്റർ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ ക്ലാസ്, ഗുഡ്. പിന്നെ ഒരു ഇംഗ്ലീഷ് സോണറ്റില് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? 4 ക്വാർട്ടേഴ്സ് ആണോ ഉള്ളത്? ഒരു ഒക്ടേവ് അല്ലെങ്കിൽ സെക്സ്റ്ററ്റ് ആണോ ഉള്ളത്? 3 ക്വാർട്ടറൈൻസ് ആൻഡ് ഒരു കപ്ലറ്റ് ആണോ ഉള്ളത് എന്നാണ് ചോദ്യം. ടെർസ റീമയാണോ ഉള്ളത്? നമുക്കറിയാം ഈ ചോദ്യം വന്നതിന്റെ അർത്ഥം എന്താണ്? സോണറ്റ് ഏതൊക്കെയാണ് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം എന്നാണ് അതിന്റെ അർത്ഥം. 2 ടൈപ്സ് ഓഫ് സോണറ്റ് ആണ് നമുക്ക് യൂഷ്വലി പഠിക്കാനുള്ളത്, ഓർത്തു വെക്കാനുള്ളത്. ഒന്നാണ് ഇംഗ്ലീഷ് സോണറ്റ്. ഇംഗ്ലീഷ് സോണറ്റിനെയാണ് നമ്മൾ ഷേക്സ്പീരിയൻ സോണറ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ സോണറ്റ്. യൂഷ്വലി എല്ലാവരും ഫോളോ ചെയ്യുന്നത് എന്താണ്? ഇംഗ്ലീഷ് സോണറ്റ് ആണ്. മറ്റേതാണ് ഇറ്റാലിയൻ സോണറ്റ്. ഓക്കെ,
അപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റും ഇറ്റാലിയൻ സോണറ്റും തമ്മിൽ എന്താ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഷേക്സ്പിയറിയൻ സോണറ്റിൽ ആദ്യം മൂന്ന് ക്വാർട്ടറൈൻസ് ഉണ്ട്. ക്വാർട്ടറൈൻസ് പറഞ്ഞാൽ 4 ലൈൻ സ്റ്റാൻസേനെയാണ് നമ്മൾ ക്വാർട്ടറൈൻ. അപ്പൊ അങ്ങനെ 4 ലൈൻ സ്റ്റാൻസ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്ലറ്റ് ഉണ്ട്. കപ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസ് എല്ലാവർക്കും അറിയാം അല്ലെ, 2 എണ്ണം. അപ്പോ 3 എന്താണ് ക്വാർട്ടറൈൻസും ഒരു കപ്ലറ്റിനെയും കൂടിയിട്ടാണ്. സോണറ്റ് എന്ന് പറയുമ്പോൾ കണ്ണടച്ച് നിങ്ങൾക്ക് അറിയണം, ഇറ്റ് ഇസ് 14 ലൈൻസ്. അപ്പൊ ഈ 14 ലൈൻസിനെ ഡിഫറെന്റ് രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്രയാണ് ഈ ഇംഗ്ലീഷ് സോണറ്റും ഇറ്റാലിയൻ സോണറ്റിലെ ഡിഫറൻസ്. ഇംഗ്ലീഷ് സോണറ്റിൽ 3 ക്വാർട്ടറൈൻസ് ഉണ്ട്, പിന്നെ ഒരു കപ്ലറ്റ് ഉണ്ട്. അതിന്റെ എ ബി സി ഡി ഇ എഫ് ജി ആണ് അതിന്റെ റൈം സ്കീം. ഓക്കെ. പക്ഷെ ഒരു ഇറ്റാലിയൻ സോണറ്റിൽ എന്താണ്, ഒരു ഒക്ടേവ് ആണ്. ഒക്ടേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ലൈൻസ്. ഒരു ഒക്ടേവ് ഉണ്ടാവും, ഒരു സെസറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ 8 ലൈൻസിന്റെ ഒരു സ്റ്റാൻഡയും 6 ലൈൻസിന്റെ ഒരു സ്റ്റാൻഡ്. 8+6 14 ലൈൻ. ഓക്കെ. പിന്നെ അമേരിക്കൻ സോണറ്റ് എന്തായാലും ടെർസറീമ സോണറ്റ് എന്നാണ് ഞാൻ തന്നിട്ടുണ്ട്. അമേരിക്കൻ സോണറ്റ് എന്താണ്, ഒരു മിക്സ് ആണ്. ഷേക്സ്പിയറിയനും ഇറ്റാലിയൻ ഫോംസിന്റെ ഒരു മിക്സ് ആണ്. ടെർസറീമ കുറച്ച് 14 ലൈൻസ് ഇല്ല, ഒരു 10 to 11 ലൈൻസ് ഉള്ളതാണ്. അതിന് ഡിഫറെന്റ് റൈം സ്കീം ആണ് ഉള്ളത്. അത് ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചു മുമ്പേ ഡിസ്കസ് ചെയ്ത ഡാൻറ്റെ അല്ലെ ഡിവൈൻ കോമഡി, അത് ടെർസറീമ സോണറ്റ്സ് ആണ് എഴുതിയേക്കുന്നത്. ഞാനൊക്കെ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല ടെർസറീമ എന്നുള്ള പേര് അല്ലേ. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഐ ഹാവ് ഗോട്ട് യു കവേർഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ചാൾസ് ഡിക്കൻസ് ഹാർഡ് ടൈംസ് ബിലോങ് ടു ദ ജോണർ ഓഫ്. ഓക്കെ, ഹാർഡ് ടൈംസ് എന്നുള്ള ചാൾസ് ഡിക്കന്റെ നോവൽ ഏത് ജോണറിലാണ് വരിക? എപ്പിസ്റ്റോളറി എന്നുള്ള വാക്കിന്റെ മീനിങ് തന്നെ ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഒരു ലെറ്റർ എൻട്രി പോലെ എഴുതുന്ന നോവൽസിനെയാണ് നമ്മൾ എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയാം. ഓക്കെ, ഒരാൾക്ക് കത്ത് എഴുതുന്ന പോലെ ഒരു നോവൽ, ഒരു ലെറ്റർ ഫോർമാറ്റ്, ലെറ്റേഴ്സ് ആണ് അതിലുള്ളത്, ഇനിയാണ് എപ്പിസ്റ്റോളറി എന്ന് പറയാം. അപ്പോൾ ചാൾസ് ഡിക്കൻ എഴുതിയ ഹാർഡ് ടൈംസ് ഏത് നോവലാണ്? ടെൽ മീ. സോഷ്യോളജിക്കൽ നോവലാണ് ഹാർഡ് ടൈംസ്. ചാൾസ് ഡിക്കൻ എഴുതിയ ഒരു ബുക്കാണ്. തോമസ് ഗ്രാൻഡ് ഗ്രൈൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചുള്ള ഒരു നോവലാണ്. അതിൽ ഇയാൾ ഭയങ്കര വെൽതി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റും എഡ്യൂക്കേറ്റർ ആണ്. ഇയാൾക്ക് 2 പിള്ളേരുണ്ട്, ടോം ആൻഡ് ലൂയിസ. ഓക്കെ. അയാൾ ഈ പിള്ളേരെ ഇമോഷൻസ് ഒന്നും ഇല്ലാതെ ഇമാജിനേഷൻ, നമ്മുടെ ഈ നമ്മൾ പറഞ്ഞില്ല റൊമാൻറ്റിക് പോയറ്റ്സ് ഇമാജിനേഷൻ ഇമോഷൻ ഒക്കെയാണ് എന്താണ് വെയിറ്റ് കൊടുത്തത്. അപ്പൊ അതൊന്നും ഇമ്പോർട്ടന്റ് അല്ലാന്നും നമ്മൾ ഫാക്റ്റും റീസണും ഇമ്പോർട്ടന്റ് അല്ലാന്ന് വിചാരിച്ച് പിള്ളേരെ വളർത്തിയ ഒരു അച്ഛന്റെ കഥയാണ് ഇത് ഹാർഡ് ടൈംസ്. അപ്പോൾ ഹാർഡ് ടൈംസ് എന്നുള്ളതിൽ എന്തൊക്കെയാണുള്ളത്? സോഷ്യൽ കണ്ടീഷൻസ്, അഫ്കോഴ്സ് സോഷ്യോളജിക്കൽ നോവൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു 4 പോയിന്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ടതല്ല. ഓക്കെ. ഓക്കെ. അപ്പൊ തോമസ് ഗ്രാൻഡ് കുറച്ച് സോഷ്യൽ ഇഷ്യൂസ്, ഇൻഡസ്ട്രിയൽ ഞാൻ പറഞ്ഞു അയാൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അയാളുടെ ആ ക്യാപിറ്റലിസത്തിനെ കുറിച്ചുള്ള ഒരു അയാള് വർക്കേഴ്സും സൊസൈറ്റിനെ കുറിച്ച് അയാളുടെ ക്രിറ്റിക്, അതൊക്കെയാണ് റൈറ്റർ ഇവിടെ ചാൾസ് ഡിക്കൻസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ഓക്കെ ക്ലാസ്, ഇത് അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദാറ്റ് വാസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ പോലെ തോന്നില്ലേ? ഓക്കെ ക്ലാസ്, ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഞാൻ പറയുന്നത് മേക്ക് ഷുവർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബാക്കി ഓപ്ഷൻസിനെ കൂടി ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ ചില റൈറ്റേഴ്സും അവരുടെ വർക്ക്സും പഠിച്ചു, വർക്ക്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. അവർ തന്നെ കണ്ടംപററി, ഇപ്പൊ ബെൻ ജോൺസൺ പഠിച്ചപ്പോൾ വില്യം ഷേക്സ്പിയറിന് നമ്മൾ ഒന്നും കൂടി നോക്കി അവരുടെ വർക്ക്സ് എന്താണ് മാറ്റി മാറ്റി എഴുതി. എങ്ങനത്തെ വർക്ക് ആണ്? ട്രാജഡി ആണോ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തല്ലേ ഡ്രമാറ്റിക്, റൊമാൻസ്. പിന്നെ ചില ലിറ്റററി ടേംസിനെ കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടു. ബാക്കി ടേംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. സി, ഡോണ്ട് വറി അബൌട്ട് ദി എക്സാം അലോട്ട്. അയ്യോ എനിക്ക് കിട്ടുമോ, ഡോണ്ട് വറി അബൌട്ട് ദി റിസൾട്ട്. നിങ്ങൾ എഫേർട്ട് ഇടുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ, നിങ്ങൾ എന്നും ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവൻച്വലി യു വിൽ ഗെറ്റ് യുവർ റിസൾട്ട്. ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ക്ലാസ്. നന്നായിട്ട് പഠിക്കുക. Okay, I hope this class was helpful to you all. Okay, okay class, thank you.